നമസ്കാരം സാറേ. സുഖല്ലേ? കാക്കിയില്ലല്ലോ സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു. ആ, കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ ഞങ്ങൾ വിട്ടേരെ. വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ പാവങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോടെ പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എൻ്റെ പെണ്ണുപിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതി തരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്ന് ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ഈ പാർട്ടിക്ക് ഇവിടെ 24 ലൈസൻസ് കൊണ്ട് വരും. അപ്പ കൊടുത്തു വിട്ടാൽ മതി. കുരിച്ചിട്ടു എന്നാ കൊച്ചിനെ വിളിച്ചു. മോളെ, ആ ചായ ആയിട്ടിങ്ങ് പോരെ. അങ്ങോട്ട് കൊടുക്കും മോളെ. ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ. PSC വഴി ആദ്യം. അതെ, PCയാ. ദീനമോടെ ഒരു ഭാഗ്യേ. ഇനി പോലീസ് ജീപ്പി ടൂറിന് പോവാണല്ലോ. എടി, നല്ല സിമ്പിളും ചെക്കനല്ലേ? എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം. ഒരു കൊപ്പത്തലയും പോലീസും കണ്ടേച്ചാലും മതി. കാക്കിയിട്ടവർ എനിക്ക് പണ്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുറത്ത് കൊണ്ടത്. എടി, ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. കാര്യമാക്കണ്ട, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. പൈതലല്ലേ അല്ലേ? എനിക്ക് വേറൊരു പെണ്ണ് കാണലിലൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ടാണേ. അതെ, ആദ്യമായിട്ടാ. എത്ര പോയി? നല്ല കൂട്ടുകാര് പോലീസിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. അമ്മ അങ്ങനെ കെട്ടായിരുന്ന നന്നായി. ആർക്ക് നന്നായി? അവന്, അല്ലാണ്ട് ആർക്ക്? അയ്യോ അമ്മേ, നോക്കി ഫോട്ടോ. ചാച്ചാ വണ്ടി എടുത്തേ. ആഹാ, അങ്ങനെയാ പഠിക്കുന്ന പിള്ളേര്. അല്ലാതെ നിന്നെ പോലെ 3 പൊട്ടിയവരല്ല. അവരൊക്കെ പഠിക്കാനാ പോകുന്നു. അതെന്റെ ഫോട്ടോ അമ്മേ. അത് ശരി, തോറ്റവർക്ക് ഫ്ലെക്സ് വെക്കോ? അയ്യോ അമ്മ, ചാച്ചാ അത് എന്റെ ഫോട്ടോയിൽ ഇങ്ങനെ 10A+. ഈശോയെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ മോള് നല്ല അന്തസ്സായി തോറ്റതാണല്ലോ. ആ ഫോൺ എടുക്ക്. ആ, ലൗഡ് സ്പീക്കറിലോട്ട്. ഹലോ ഹലോ, ആരാണെങ്കിലും വേറെ വണ്ടി വിളിച്ചു. ഞാൻ ബിസിയാ. കവലെ കണ്ടില്ലേ? കണ്ടില്ലേന്ന് ഫ്ലെക്സ് ഫ്ലെക്സ് അത് കണ്ടു. ആ, എന്നാടാ? മറ്റേ ഫുൾ A+ന്റെ ഫ്ലെക്സ്. അത് ഞാനാ ഫോട്ടോ കൊടുത്തത്. ആ, ഓക്കെ, സവാഷ്. പിന്നെ വായനശാലക്കാരൊക്കെ ആദരിക്കണമെന്ന് പറയണ്ട. റിയലി റിയലി വെരി ഗുഡ് വെരി ഗുഡ്. നീ എവിടെ? ഞാനിവിടെ ഗ്രൗണ്ടിലുണ്ട്. ആ, നീ അവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എവിടെയും പോവല്ലേ? എന്താ ശാന, വല്ല ഓട്ടോ ആണോ? മിക്കവാറും വേണ്ടി വരും. ശരിടാ. പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാ. ഞാൻ ചെറുതി ഒരു ഗോൾ അടിക്കും. ഫ്ലെക്സിന്റെ പണി ഏറ്റു. മറികെ, എന്റെ ബ്ലൂ അനാർക്കലി ചുരിദാറിന്റെ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? ഏത് ഫോട്ടോ? അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചല്ല അത്. ഓ, അത് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ മാത്രമല്ല, വേണ്ടി വന്ന അവരുടെ മനസ്സ് പഠിച്ചു പറ്റും. അങ്ങനെയാ കാമുകന്മാര്. അയ്യോ, കണ്ടാലും മതി ഒരു കാമുകൻ. എവിടെന്ന് പഠിച്ച ഡയലോഗായിട്ട് വന്നേക്കാവൻ. എന്തായാലും നീ നാറ്റിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തൂടെ? ഒരു വാട്ടച്ചായ കുടിക്കാനുള്ള സമയമുണ്ട്. നീ ആ കൊല ഇറക്കി. ആശാനെ, ആ, ഞാൻ സെക്കൻഡ് ഇട്ടിട്ട് വണ്ടി ഇറക്കിടത്താം. നിനക്കപ്പോ ചായ കുടിക്കണ്ടേ? എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട. ക്ലച്ച് ചവിട്ടി ഇറക്കിയാൽ മതി. ഇയാളെ എന്താ ആശാനാണ്? പേലിച്ചിട്ടൊരു ചായ. ആ, ജോക്കട്ടെ, എന്തൊക്കെയാ? എടാ പാപ്പച്ച, നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ളമന്നിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? ഒന്ന് കാണിക്കൂ പാപ്പച്ച. ആനക്കൊമ്പൊന്നും അല്ലല്ലോ, എന്തെങ്കിലും ഉണ്ട് എടുത്തു കൊടുക്കുക പാപ്പച്ച. അവൻ പഴച്ചു പോട്ടെന്നേ. എടോ, താനത് കോ പറഞ്ഞിട്ടാ. കാലം മാറി. ഇവനെ പോലെ തലയിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല. ഈ പാപ്പച്ചന്റെ അപ്പൻ മീശമാത്തൻ പണ്ട് ആന്റണി സർക്കാർ ചാരായം നിർത്തലാക്കിയപ്പോ ഒതുങ്ങി പോയോണ്ടാ. അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാറുന്നു ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ. സംശയം ഉണ്ടെങ്കിൽ മീശോട് ചോദിച്ചു നോക്ക്. 1ാം ക്ലാസ് പോലെ ഒന്നിച്ച് പഠിച്ചോളാം അവര്. എത്രാം ക്ലാസ് വരെ? 1ഉം 2ഉം. ചായക്കടയിലാണോ 1ന്റെയും 2ന്റെയും കഥ പറയുന്നത്? സാറേ, ഞാൻ ചുമ്മാ ചവിട്ടണ ഞാൻ കണ്ടു. പൊതുവടത്തിലാണോ പുകവലി? ഇല്ല സാറേ. തരട്ടെ ഒരു പെട്ടി. വേണ്ട. ആ, ഒരു പഴംപൊരി എടുക്ക. പൈലി ജെയിംസ് സാറേ. ആഹാ, പാപ്പച്ചനായിരുന്നു. കണ്ടില്ലായിരുന്നു കേട്ടോ. എടാ, നാട്ടുകാർ പറയുന്നത് കേട്ടു
ഇനിയിപ്പം ജിറാഫിനിട്ടും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന്. അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചുമ്മാ വരുന്നു. അപ്പം കാട്ടുമരം കയറിയതിന്റെ പാട് അകന്തോടെ കാണും. അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മുണ്ടും പൊക്കിക്കൊണ്ട് നടന്ന തുള വീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ. അല്ല പാപ്പച്ച, നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമൃഗത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ചത്തതിനെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചബംഗ്ലാവിലേക്ക്. നീയും പോരെ? കാണിച്ചാടാ കട്ടിലിരിക്കും. എന്തൊരു അപമാനം. പാപ്പത്തിന് ഇരുത്തിയും കൊല്ലുക. എടാ പാപ്പച്ച, ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമുറ്റത്ത് വെച്ച് പറയുക, നീ ഒന്നൊരു മരമാക്രയും കണ്ടിട്ടില്ലെന്ന്. ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവേനെയും ഒക്കെ ഏർഗൻ വെച്ച് വെടിയാന്ന്. ഞാൻ വിശ്വസിച്ചില്ല. നിർത്തടാ. കുറെ നേരം ആയാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പാപ്പച്ച 4 വയസ്സായപ്പോ ചോന്നിട്ടുണ്ട്. നീ പറഞ്ഞ എയർഗണല്ല, ഇരട്ടക്കൊഴല്. തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത്. ആ ഇറങ്ങിപ്പോയ നാറിയിടും പറഞ്ഞേക്ക്. തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം. ഞാൻ വരും. പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നോ? 1 അല്ല 2 പ്രാവശ്യം. എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ച് തിന്നാൻ? ഇത് തന്നെ പാപ്പച്ച വായനശാലയിലും പറഞ്ഞത്. താനും പാപ്പച്ച ചായ. ദേ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കും. ഇവനൊക്കെ എന്റെ അളിയ, നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തകരാവോ? കാം അളിയ കാം. പിന്നെ ആ പാമ്പുടുത്തം അളിയന് കുറച്ച് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽക്കുൽ. അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും ഏക്കുകയില്ല. അല്ലളിയ, ഇത്രയും കാലം യുവമാരോട് നടന്നിട്ട് അളിയും പഠിച്ചോ ഹിന്ദി? ആയി ശരി. അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം, അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണോ പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണ്. ആ, അതാ ഞാൻ പറഞ്ഞത്. അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം. വെടിവെക്കാൻ കാടാ ബെസ്റ്റ്. ദേ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു മ്ലാവിന്റെ കൊമ്പ്. അളിയൻ വിചാരിച്ചാൽ നടക്കും. ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തിട്ട് വരട്ടാനും നല്ല രുചിയാ. കഴിച്ചിട്ടില്ല. നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ? അതാ ഇങ്ങനൊരു ദണ്ണം പറയാൻ വന്നതാ? എന്തോന്ന് തന്നു. ഞാൻ പോവാ. പിന്നെ പിള്ളേരെയും കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, തലേദിവസം വന്നാൽ മതി. അതേടെന്നറി ഞാൻ വരുന്നില്ല. എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ. ദാ ഇരിക്കുന്നാണ്ടാ കൊച്ചിനുള്ള സമ്മാനവാ. 6 അടുത്ത് നിന്നങ്ങാണ്ട് 350 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ആക്രിയ വർക്കിംഗ് കണ്ടീഷനാ. മനസ്സിലായി? നിനക്കത് തന്നെ വേണം. നിന്റെ അല്ലേ കെട്ടിയോ? നിനക്കും അത് തന്നെ വേണം. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ കൊടവാ. അതും ചവിട്ടി ചാക്കി കയറ്റിയാ. ഏത് ഇതോ? ആ നിന്നെ ആരാണ്ട് സെക്കൻഡ്സ് ഒന്ന് പറ്റിച്ചതാ. പോടുന്നു. എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും. അത് പണ്ടേ ഉള്ളൊരു ശീലമാ. പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങും. അളിയാ, ആ മറ്റേ കൊമ്പിന്റെ കാര്യം. ആ. അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ? ഓ, ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി. വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ആ. ഏ ഭയ്യ, പാതിരിക്കുന്നർ. നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. നമ്മൾ ഈ നായാട്ട് കുടുംബം വേണ്ട വേണ്ട വേണ്ട. നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ. അവനെന്നെ 3-ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകരുത്തരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ? നേരാണോടാ? ഞാൻ കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. സാറേ
ഹലോ ആ ഹലോ മാങ്കുഴിയച്ചനാണോ? ആ ഇത് ഞാനാ. എന്താ കാട്ടുകാരൻ വിളിച്ചോ? എന്താ വിശേഷിച്ച്? നമ്മുടെ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ ഞാൻ ശ്രമിക്കാം. ശരി. അച്ഛോ, അച്ഛനാണച്ചോ, അച്ഛൻ. വേണ്ട വേണ്ട വേണ്ട. അച്ഛൻ എന്നാ പറയട്ടെ. ഡാടാ, നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ, പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നിട്ട് വന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? അതെ അതെ അതെ, ഞാൻ പറയട്ടെ അച്ഛൻ. ശരി.